ഹലോ എവരി വൺ, യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2024 നിങ്ങൾ നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നിങ്ങളെല്ലാ ആൾക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നാലെ കെമിസ്ട്രിയും ബയോളജിയും എല്ലാം വരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 lamps, one rated 100 watt at 220 volt and the other 60 watt at 220 volt are connected in series to a 220 volt main supply. What is the total power dissipated in the circuit? അപ്പോൾ 220 വാട്ടുള്ള രണ്ട് ബൾബുകൾ, ഒന്ന് 100 വാട്ടും ഒന്ന് 60 വാട്ടും, ഇതെന്ത് ചെയ്തിരിക്കുന്നു? മെയിൻ സപ്ലൈയുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സർക്യൂട്ടിലെ മൊത്തം പവറാണ് ചോദിച്ചിരിക്കുന്നത്. സീരീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാലോ. ആർ സീരീസിൻ്റെ ഇക്വേഷൻ എന്താ? R1 + R2. ഈ ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. ആറിൻ്റെ ഇക്വേഷൻ ആരാ? നമുക്കിങ്ങനെ നോക്കട്ടോ, പവറിൻ്റെ ഇക്വേഷൻ എന്താ? V²/R. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ആറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? V²/P എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഈ R1 എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ വോൾട്ടേജ് എത്രയാണ്? 220 അല്ലേ? അപ്പോൾ 220² ഒന്നാമത്തെ ബൾബിൻ്റെ എത്രയാണ്? അതിൻ്റെ പവർ എത്രയാണ്? 100 വാട്ടാണ്. പ്ലസ് രണ്ടാമത്തെ ബൾബ് 220² അതിൻ്റെ പവർ എത്രയാണ്? 60 വാട്ടാണ്. ഈക്വൽ ടു ഇവിടെ എത്രയായിരിക്കും? 220² അതിൻ്റെ പവർ PS എന്ന് കൊടുക്കുക. നമുക്ക് സീരീസ് ആകുമ്പോഴുള്ള പവർ നമുക്ക് PS എന്ന് കൊടുക്കുക. എന്ത് സംഭവിക്കും? നമുക്ക് ഇതെല്ലാം കട്ടായി പോകും. ബാക്കി എത്ര കിട്ടും? നോക്കട്ടോ, ബാക്കി എന്ത് കിട്ടും? 1/PS ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 60 + 100/60,000 വരും. അപ്പോൾ PS ഈക്വൽ ടു എത്രയായിരിക്കും? 60,000/160. ഒരു 00 കട്ടായി പോയാൽ 300/8. 300/8 എത്ര വരും? ഏകദേശം 300/10 ആണെങ്കിൽ ഒരു 30 വന്നേനെ. അപ്പോൾ അതിനടുത്തുള്ള ആൻസർ എത്രയായിരിക്കും? 37.5 വാട്ട്. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കാണുന്നില്ലേ? 37.5 വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many resistors of 240 ohm should be connected in parallel to get 5 ampere current from 240 volt supply? അപ്പോൾ ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ്. ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഇക്വേഷനാണ് മൊത്തം വോൾട്ടേജ് ഡിവൈഡ് ബൈ മൊത്തം റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊടുക്കാം അല്ലേ? ഇതിപ്പോൾ എന്താ കൊടുത്തേക്കണേ? കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് പറഞ്ഞു. പാരലൽ ആകുമ്പോൾ എത്രയായിരിക്കും ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ? R/N എന്നാണ് പറയുക, ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആകുമ്പോൾ. സീരീസ് ആകുമ്പോൾ NR എന്നും പാരലൽ ആകുമ്പോൾ എന്ത് വരും? R/N വരും. അപ്പോൾ ഈ കറണ്ട് വാല്യൂ എത്രയാണ്? 5. എത്രയാണ് വോൾട്ടേജ്? 240 വോൾട്ടാണ്. റെസിസ്റ്റൻസ് ആരാണ്? 240/N. ഈ 240 കട്ടായി പോയാൽ 5 ഈക്വൽ ടു N വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 5. അപ്പോൾ എത്ര ബൾബ് കണക്ട് ചെയ്യണം? 5 ബൾബ്സ് കണക്ട് ചെയ്യണം അല്ലേ? പാരലായിട്ടല്ലേ കണക്ട് ചെയ്തേക്കണേ. പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ R/N കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ മോട്ടോർ സൈക്ലിസ്റ്റ് ഒബ്സർവ്സ് എ കാർ കമ്മിങ് from behind in the mirror with a magnification 1/6. If the actual distance between the car and the bike is 30 meter, what is the radius of curvature of the mirror? നമുക്കറിയാം ഈ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? ഒരു മിറർ ആണെങ്കിൽ -V/U എന്നാണ് പറയാം. ഈ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എത്രയാണ്? 1/6 ആണ്. -V/U. U എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ മിറർ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പറയുമ്പോൾ എന്തായിരിക്കണം? ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്തായിരിക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പോൾ അത്രയായിരിക്കും ഇത് -30 എന്ന് വരും. അപ്പോൾ 1/6 ഈക്വൽ ടു എന്ത് വരും? ഇത് V/30 എന്നും ടെക്നിക്കലി V ഈക്വൽ ടു 30/6 ഈക്വൽ ടു 5 മീറ്റർ എന്നും കിട്ടും. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന് ഡബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഫോക്കൽ ലെങ്ത് കാണാം. ഈ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ആരാ? 1/V + 1/U എന്നാണ് എന്തിൻ്റെ ഫോർമുല? ഈ മിററിൻ്റെ ഫോർമുല അല്ലേ? അപ്പോൾ 1/F ഈക്വൽ ടു 1/5 അല്ലേ? എത്രയാണ് കിട്ടിയാണ്? വിൻ്റെ വാല്യൂ 5 ആണ് കിട്ടിയിട്ട് 5 + U എത്രയാണ്? 1/-30. കാരണം സൈൻ കൊടുക്കണമല്ലോ. വിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയാണ് +5 ആണ് കിട്ടിയിട്ട്. അപ്പോൾ +5 കൊടുത്തു. ഇതെത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 - 1/30. ഒരു 30 കോമൺ ആക്കി എടുത്താൽ എത്ര കിട്ടും? 6 - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/30 ഈക്വൽ ടു 1/6. അങ്ങനെ കിട്ടിയല്ലോ.
അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ ആരായിരിക്കും? 2f എന്നല്ലേ പറയുക. അപ്പോൾ എത്രയായിരിക്കും ഇത്? 2 ഇത് 1/f ആട്ടോ. അപ്പോൾ f ഈക്വൽ ടു ആരായിരിക്കും? 6 ആയിരിക്കും, 6 മീറ്റർ. അപ്പോൾ 2 × 6 മീറ്റർ ഈക്വൽ ടു 12 മീറ്റർ എന്നാണ് വരിക. പക്ഷേ ഈ കീഴിൽ നമുക്ക് 12 സെൻറ്റിമീറ്റർ എന്നാണ് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ കീഴിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മിക്കവാറും ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റിന് ബോണസ് മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, 12 സെൻറ്റിമീറ്റർ അല്ല 12 മീറ്റർ ആയിരിക്കും കറക്റ്റായിട്ടൊരു ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. The far point of a myopic person is 80 centimeter in front of the eye. What is the nature of the power of the lens required to correct the problem? ഒരു മയോപ്പിക് പേഴ്സൻ്റെ വിദൂര പോയിന്റ് കണ്ണിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലെൻസ് വെച്ച് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ലെൻസിൻ്റെ എത്രയാണ്, അതേത് ടൈപ്പ് ലെൻസാണ്? ഈ മയോപ്പിയ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ അസുഖമാണ്. അതെന്താണ്? അത് നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺകേവിൻ്റെ 2 ആൻസറുകളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, ആണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു ചോദ്യം നോക്കാം കേട്ടോ. ബ്ലാങ്ക് പേജ് എടുക്കട്ടെ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഈ സാധാരണ ഒരു മനുഷ്യൻ്റെ കണ്ണ് എന്ന് പറയുമ്പോൾ ഇതാണ് അയാളുടെ കണ്ണെങ്കിൽ, ഓക്കെ, വളരെ ഇൻഫിനിറ്റിയിലുള്ളൊരു വസ്തു നോക്കട്ടോ. ഇൻഫിനിറ്റിയിലുള്ളൊരു വസ്തു ഇത് ഇൻഫിനിറ്റി ഇരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന കാഴ്ച ഇയാളുടെ കണ്ണിലെത്തി കണ്ണിൽ നിന്ന് ഇത് കൺവേർജ് ചെയ്തിട്ട് കറക്റ്റ് എന്ത് ചെയ്യും? കണ്ണിൻ്റെ ബാക്കിൽ പോയിട്ട് വീഴും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ ഒരു ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇൻഫിനിറ്റി എന്നാണ് എടുക്കുക, അല്ലേ? ഓക്കെ, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻസ് വിഷനിലെ ഫാർ പോയിൻ്റാണ് പറഞ്ഞത്. നമുക്ക് കണ്ണിന് എത്ര ദൂരെ ഇൻഫിനിറ്റി വരെ കാണാൻ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ മയോപ്പിക് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ പോലത്തെ ആൾക്കാരുടെ കണ്ണൊക്കെ കുറച്ച് ഉണ്ടായിരിക്കും. കണ്ണല്ല, എൻ്റെ ലെൻസ് എന്തായിരിക്കും? കുറച്ച് ബൾജി ആയിട്ടുണ്ടാവും. എല്ലാവരും കൂടെ എൻ്റെ കണ്ണിക്ക് നോക്കണ്ട, കുറച്ച് ബൾജി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഇൻഫിനിറ്റിയിലുള്ള വസ്തു ഇതിൽ നിന്നൊരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യും? ഇതിലേക്ക് വന്നിട്ട് കൺവേർജ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലാവും വന്ന് വീഴുക. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞേക്കണ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടോ, ഈ ഉണ്ട ലെൻസിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ ഇൻഫിനിറ്റിയിൽ ആരെ വെച്ചിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ആരെ കൊണ്ടുവയ്ക്കുന്നു? ഒരു കോൺകേവ് ലെൻസ് കൊണ്ടുവയ്ക്കുന്നു. കോൺകേവ് ലെൻസിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ലൈറ്റ് ഒന്ന് കൺവേർജ് ചെയ്ത് കണ്ണ് കുറച്ചും കൂടെ ഡൈവേർജ് ചെയ്ത് ഈ ലെൻസിലേക്ക് വീഴ്ത്തി കറക്റ്റ് എവിടെ തന്നെ വീഴ്ത്താൻ സഹായിക്കുന്നു? കറക്റ്റ് കണ്ണിൻ്റെ ബാക്കിൽ തന്നെ വീഴ്ത്താൻ സഹായിക്കുന്നു. ഈ സമയത്ത് ഈ കോൺകേവ് ലെൻസിൻ്റെ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വന്ന് വീഴുക? നമ്മുടെ ഇപ്പോഴത്തെ ഫാർ പോയിന്റിലേക്കായ എത്രയാണ് ഫാർ പോയിന്റ്? ആ ഫാർ പോയിന്റ് പറയുന്നത് എത്രയാണ്? 80 സെൻറ്റിമീറ്റർ അല്ലേ? ആ ഫാർ പോയിന്റിലേക്കാണ് വന്ന് വീഴുക. അപ്പോൾ ഏതാണ് ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ്? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റിയാണ്. ഏതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? അത് ഈ ഫാർ പോയിന്റിലേക്കുള്ള ലെങ്ത്തുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണിത്? ഇതൊരു ലെൻസ് ആണല്ലോ. ലെൻസ് ആകുമ്പോൾ ഇക്വേഷൻ ആരാ? 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u എന്നല്ലേ പറയാം. അപ്പോൾ നമ്മുടെ 1/v മൈനസ് 1/u എന്ന് പറയുമ്പോൾ നമ്മുടെ 1/fൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1/v. v എത്രയാ? ഇത് 80 സെൻറ്റിമീറ്റർ ആണ്. ഫ്രണ്ടിൽ വന്നോണ്ട് നെഗറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ എത്രയായിരിക്കും? ഈ വിൻ്റെ വാല്യൂ എത്രയാണ്? v എന്ന് പറഞ്ഞാൽ 80 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 മീറ്റർ ആയിരിക്കും, അല്ലേ? അത് മൈനസ് 0.8 എന്ന് കൊടുക്കണം. മൈനസ് 1/- ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. അപ്പോൾ 1/f ഈക്വൽ ടു എന്ത് വന്നു? 1/- 0.8 പ്ലസ് 1/∞ എന്ന് വരും. അപ്പോൾ 1/f ഈക്വൽ ടു 1/- 0.8 പ്ലസ് 0 എന്നാവും. കാരണം 1/∞ 0 അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു -0.8 എന്ന് കിട്ടും. ഇനി പവറിൻ്റെ ഇക്വേഷൻ എന്താ? 1/f എന്നല്ലേ പറയാം. അപ്പോൾ 1/- 0.8 അല്ലേ? അത്ര കിട്ടും. മൈനസ് ഒരു 10 മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ 10/8. അപ്പോൾ അത്ര കിട്ടും -5/4. അപ്പോൾ -1.25 എത്രയായിരിക്കും? -1.25 ഡയോപ്റ്റർ. ഓക്കെ, റെഡി അല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹാമർ ഓഫ് മാസ് 2 kg മൂവിങ് അറ്റ് 20 m/s സ്ട്രൈക്സ് എ നെയിൽ. The nail stops the hammer in a very short time of 0.01 second. What is the force by the nail on the hammer? അപ്പോൾ ഫോഴ്സ് കാണണം. നിങ്ങൾക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? m × v - u/t.
അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഹാമറിൻ്റെ മാസ് എത്രയാണ്? 2 കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി ഹാമർ അടിക്കുമ്പോൾ നിൽക്കുമല്ലോ, 0 മൈനസ് യു എത്രയാണ്? 20 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 0.01. എത്ര കിട്ടും? -40 ഡിവൈഡ് ബൈ 0.01. മുകളിൽ താഴെയും ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4000 എന്ത് കിട്ടും? ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബൈ ദ നെയിൽ ഓൺ ഹാമർ എന്തായിരിക്കും? ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ആയിരിക്കും, +4000 ന്യൂട്ടൺ. ഓക്കെ, സോ ബി ഈസ് ദ ആൻസർ. Next question. 2 blocks of mass 6 kg and 4 kg on a smooth floor touching each other. What is the force exerted by 6 kg block on the other when 50 Newton force is applied? 6 kg 4ന്റെ മേലുള്ള ഫോഴ്സ് ആണ് കാണേണ്ടത് കേട്ടോ. ഒരു കാര്യം ചെയ്യപ്പെടുത്ത ഒന്നുകൂടെ വരയ്ക്കാം. എത്രയാണ്? 6 kg ബ്ലോക്ക്. ഇതെത്രയാണ്? നമ്മുടെ 4 kg ബ്ലോക്ക്. ഇവിടെ എത്ര അപ്ലൈ ഉണ്ട്? 50 ന്യൂട്ടൺ. അപ്പോൾ ഈ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഓഫ് സിസ്റ്റാണ്, രണ്ട് പേരുടെയും കൂടെ ആക്സിലറേഷൻ. അതെങ്ങനെ പറയാൻ പറ്റും? എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ മതി. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആരാ? 50 ഡിവൈഡ് ബൈ 6 + 4 എന്ന് പറയുമ്പോൾ 50/10 = 5 m/s² ആണ് ഈ രണ്ട് പേർക്കുള്ളത്. ഇനി ഈ 6 4ന്റെ മേലിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഈ ഒരു ഫോഴ്സ് ആയിരിക്കും എഫ്. 4 തിരിച്ചും എന്ത് ചെയ്യും? ഒരു എഫ് കൊടുക്കും. ഒന്ന് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. നമുക്കിനി കാണേണ്ടതെന്ന് വെച്ചാൽ ഈ 4ന്റെ മേലിൽ 6 കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ കാണേണ്ടത്? അല്ലേ പറഞ്ഞേക്കണേ? വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ 6 kg ബ്ലോക്ക് ഓൺ ദ അതർ വെൻ 50 Newton ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്? ഓക്കെ, നോക്കട്ടോ. അപ്പോൾ ഞാൻ ഈ 4 kg മാത്രം വരയ്ക്കാൻ പോവാണ്. ഈ 4 kgന്റെ മേൽ ഇങ്ങനെ ഒരു ഫോഴ്സ് എഫ് ആർ അപ്ലൈ ചെയ്യുന്നുണ്ട്, 60 Newton അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന് എത്ര ആക്സലറേഷൻ ഉണ്ട്? ഒരു 5 m/s² ആക്സലറേഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എം എന്ന് വരും. എഫ് എത്രയാണ്? 4 × 5 = 20 ന്യൂട്ടൺ എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 20 ന്യൂട്ടൺ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 4ന് മേലെ കൊടുത്ത ഫോഴ്സ് ആട്ടോ. അപ്പോൾ ആ രണ്ട് ബ്ലോക്കിന് ഇടയിലുള്ള ഫോഴ്സാണ് നമുക്ക് കാണേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ball of mass 500 gram is thrown vertically upwards with a velocity 49 m/s. Find the ratio of kinetic energy to the potential energy of the object after 3 seconds. G ന്റെ വാല്യൂ 9.8 എടുക്കണം. 500 ഗ്രാമുള്ള ഒരു പന്ത് എന്ത് ചെയ്യുന്നു? 49 m/s മുകളിലേക്ക് എറിയുന്നു. 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള കൈനറ്റിക് എനർജിൻ്റെയും അഥവാ ഗതികോർജ്ജത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും എന്ത് കാണണം? റേഷ്യോ കാണണം. ഓക്കെ, നോക്കട്ടോ. ഒരു കല്ല് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് എറിയുന്നു കേട്ടോ. ആ മുകളിലേക്ക് എറിയണ സമയത്ത് എവിടെ എത്തുന്നു? ഒരു പോയിന്റിലെത്തി. എറിഞ്ഞ സ്പീഡ് എത്രയാണ്? 49 m/s. T = എത്രയാണ്? 0. T = 3 ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കാണണം. കാരണം കൈനറ്റിക് എനർജി കാണണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കാണണ്ടേ. പിന്നെ ഈ ഒരു ഹൈറ്റും കാണണം. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെ റേഷ്യോ എന്താ? 12 mv² ഡിവൈഡ് ബൈ mgh. m കട്ടായി പോയാൽ എന്ത് കിട്ടും? v² / 2gh. അപ്പം ഇനി v കാണണം. എങ്ങനെ v കാണാൻ പറ്റും? v = u + at എന്നുള്ള ഇക്വേഷൻ ഇല്ലേ? അപ്പോൾ അതിൽ കൊടുക്കുക. മോളിക്ക് ആയതുകൊണ്ട് 4.9 പ്ലസ് മോളിക്ക് പോകുമ്പോൾ ജീൻ്റെ വാല്യൂ എത്രയാണ്? -9.8 × 3 എന്നാണ് കൊടുക്കേണ്ടത്. സമയം ഇപ്പോൾ എത്രയായി? 3 സെക്കൻഡ് ആയിട്ടോ. ഓക്കെ, അപ്പോൾ 4.9 അല്ല 49 കേട്ടോ. v = u + at ഒക്കെ കൊള്ളായി എന്ന് ചെയ്യാം. v = ആരായിരിക്കും? u + at, that is equal to 49 plus -9.8 × 3. ഈ 49 എങ്ങനെ എഴുതാൻ പറ്റും? 9.8 × 5 ആണ് 49 -9.8 × 3.
അപ്പോൾ 9.8 ഇൻറ്റു എന്ത് വരും 5 മൈനസ് 3. 9.8 ഇൻറ്റു 2 ദാറ്റ് ഈസ് 19.6 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ വരിക അല്ലേ? അതിൽ യു എത്രയായിരിക്കും നമുക്കറിയാം 49 ഇൻറ്റു എത്രയാണ് ടൈം വരിക 3 പ്ലസ് ഹാഫ് ഇൻറ്റു ഇപ്പോൾ ഹൈറ്റായിട്ട് നമ്മൾ കണ്ടപ്പോൾ വെച്ചിട്ടു ഇൻറ്റു എൻ്റെ വാല്യൂ എത്രയാണ് മൈനസ് 9.8 ഇൻറ്റു എത്രയായിരിക്കും ടി സ്ക്വയർ 3 സ്ക്വയർ. ഈ 49 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9.8 ഇൻറ്റു ആരാണ് 5 ഇൻറ്റു 3 മൈനസ് 9.8 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ ആരാണ് 9/2 എന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ 9.8 കോമൺ ആക്കി എടുത്താൽ 15 മൈനസ് 9/2 ആരാ 4.5 എന്ന് കിട്ടും. അപ്പോൾ 9.8 ഇൻറ്റു എന്ത് കിട്ടും ഒരു 10.5 എന്ന് കിട്ടും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 19.6ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8 ഇൻറ്റു ഇനി എച്ച് എത്രയാണ് 9.8 ഇൻറ്റു 10.5. ഓക്കെ, ഒരു 9.8ഉം 2ഉം 19.6ഉം കട്ടായി പോയാൽ ഇത് ബാക്കി എത്ര കിട്ടും 2 ഡിവൈഡ് ബൈ 10.5 എന്ന് വരും. അല്ലെങ്കിൽ 2 ഡിവൈഡ് ബൈ 21/2 ആണല്ലോ 10.5. അപ്പോൾ 4/21 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം 4/21. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ 4/21 ഡി. സോ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഈ പോസിറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ എഫിൻ്റെയും എസിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും എന്ന് തൽക്കാലം കരുതുക കേട്ടോ. ഈ നെഗറ്റീവ് വർക്ക് പറയുമ്പോൾ എഫിൻ്റെയും എസിൻ്റെയും ഡയറക്ഷൻ എന്തായിരിക്കും ഓപ്പോസിറ്റ് ആണെന്നും കരുതുക. സീറോ വർക്ക് ആകുമ്പോൾ എഫിൻ്റെയും എസിൻ്റെയും ഡയറക്ഷൻ എന്തായിരിക്കും 90 ആണെന്നും കരുതുക. അപ്പോൾ ഇവിടെ ഇത് എത്രയാണ് ഇത് പോസിറ്റീവ് വർക്ക്, ഇതേതാ നെഗറ്റീവ് വർക്ക്, ഇത് എന്ത് വർക്ക് സീറോ വർക്ക്. അപ്പോൾ ഫസ്റ്റ് ഓരോ കേസ് നോക്കാം നമുക്ക്. ദ ബർഡൺ ബൈ എ പേഴ്സൺ ഡ്രോയിങ് എ വാട്ടർ ഫ്രം വെൽ യൂസിങ് എ റോപ്പ് വിത്ത് പുള്ളി. ഇപ്പോൾ ഒരാൾ മോളിക്ക് വലിക്കുന്നു, ഈ മോളിക്ക് വലിക്കുമ്പോൾ ഈ പറഞ്ഞേക്കണ എന്ത് ചെയ്യുന്നു വാട്ടറിൻ്റെ ഇരിക്കുന്ന ബക്കറ്റ് മോളിക്ക് വരുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ വർക്ക് എന്തായിരിക്കും ഇതൊരു പോസിറ്റീവ് വർക്കായിരിക്കും. അടുത്ത് ബർഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബൈ ദ പേഴ്സൺ ഡ്രോയിങ് വാട്ടർ ഫ്രം വെൽ യൂസിങ് എ റോപ്പ് വിത്ത് എ പുള്ളി. ഈ സമയത്ത് ഗ്രാവിറ്റേഷൻ ഇപ്പോൾ നമ്മൾ നോക്കട്ടോ, ഒരു ബക്കറ്റ് നമ്മൾ വലിച്ച് കയറ്റുകയാണ്. അപ്പം നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ് മോളിക്ക് അല്ലേ? ഇതേ സമയം ഗ്രാവിറ്റി എങ്ങോട്ടേക്കാണ് താഴേക്കാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടേക്കാണ് മോളിക്കാണ് വരുന്നത്. അപ്പോൾ ഈ നമ്മളുടെ വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാവിറ്റീൻ്റെ വർക്ക് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റീൻ്റെ വർക്ക് ഇപ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ നോക്കി എഫും എസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് 0 ആണ്. അതുകൊണ്ട് ഈ എക്സ്റ്റേണൽ ഏജൻറ്റ് അതായത് വലിച്ചു കിട്ടുന്ന ആളുടെ വർക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കും അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് മോളിക്കാണ്. ഇവർ തമ്മിൽ ആംഗിൾ 180 വരും. അപ്പോൾ അവർ തമ്മിലുള്ള വർക്ക് എന്തായിരിക്കും നെഗറ്റീവ് വർക്കുമായിരിക്കും കേട്ടോ. അടുത്ത് ബർഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് വൈൽ ആൻ ഒബ്ജക്റ്റ് ഈസ് സ്ലൈഡിങ് ഡൗൺ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ താഴേക്ക് ആരെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് നോക്കട്ടോ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ താഴേക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. എന്താ പറയുന്നത് ബർഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വൈൽ ആൻ ഒബ്ജക്റ്റ് ഈസ് സ്ലൈഡിങ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ താഴേക്ക് വരുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടും പക്ഷേ ഫ്രിക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ ഈ വർക്ക് എന്ത് വർക്കായിരിക്കും നെഗറ്റീവ് വർക്കായിരിക്കും അല്ലേ? കാരണം അതിന് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നെഗറ്റീവ് വർക്ക്. ബർഡൺ ബൈ സെൻറ്റിപിറ്റൽ ഫോഴ്സ്. ഈ സെൻറ്റിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഈ വട്ടത്തിൽ കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് ടാൻജൻഷ്യലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും അതേ ഡയറക്ഷനായിരിക്കും. ഈ സമയത്ത് സെൻട്രിപിറ്റൽ ഫോഴ്സ് പറഞ്ഞാൽ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക സെൻറ്ററിലേക്കാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സ് നമ്മളെ ആംഗിൾ എന്ത് വരും 90 എന്ന് വരും. അപ്പോൾ അതിൻ്റെ വർക്ക് എന്തായി പോയിട്ടുണ്ടാവും 0 ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് എത്രയായി 0 വർക്ക്. അപ്പോൾ നമ്മൾ 2 ഉത്തരം കിട്ടി. 2 നെഗറ്റീവ് വർക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണ് അപ്പോൾ അത് 2ഉം 3ഉം. അപ്പോൾ 2, 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ബി. 2, 3ഉം നെഗറ്റീവ് വർക്കാണ് കേട്ടോ. അപ്പോൾ 2, 3 എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മോട്ടർ പമ്പ്സ് വാട്ടർ ഫ്രം എ വെൽ ഓഫ് ഡെപ്ത് 10 meter ടു എ ഓവർ ഹെഡ് ടാങ്ക് ഓഫ് കപ്പാസിറ്റി 1000 liter placed at a height 14 meter. The power of the motor is 1 HP and it takes 15 minutes to fill the tank. What is the height of the motor approximately? അപ്പോൾ ഒരു വെല്ലുണ്ട്, ഒരു എന്താ പറയുക ഒരു കിണറുണ്ട്,
ഈ കിണറിൻ്റെ അടിയിലാണ് വാട്ടർ ഉള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എത്ര ദൂരം, എത്ര മുകളിലാണ് ഈ പറഞ്ഞേക്കണ ടാങ്ക് ഉള്ളത്? ഈ പറഞ്ഞ ടാങ്ക് ഒക്യുപ്പൈ ചെയ്യുന്നത് എത്ര മുകളിലാണ്? ഈ ഒരു 10 മീറ്റർ മുകളിലാണ്. പിന്നെ ഈ വെല്ലിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്? അതെത്രയാണ്? വെല്ലിൻ്റെ ഹൈറ്റാണ് 10 മീറ്റർ. നോട്ടോ, വെല്ലിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 മീറ്റർ. പിന്നെ ടാങ്കിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഒരു 14 മീറ്ററും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം എത്രയായിരിക്കും? 24 മീറ്റർ ആയിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഈ പറഞ്ഞ വെള്ളത്തിന് എന്ത് ചെയ്യണം? പമ്പ് ചെയ്യണം. ഇവിടുന്ന് വെള്ളം എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യണം, വേണ്ടേ? ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ആ ഒരു പവർ കാണാം. നമുക്കറിയാം ഈ പവറിൻ്റെ ഇക്വേഷൻ എന്താ? നോക്കട്ടെ, ഈ പവറിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് ബൈ ടൈം എന്നാണ് പവറിൻ്റെ ഇക്വേഷൻ. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ mgh ആണ്. ഒരു വസ്തുവിനെ മുകളിൽ കൊണ്ടുവയ്ക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ട വർക്ക് എത്രയാണ്? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്, mgh ആണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? mgh ആയിരിക്കും. എത്രയാണ് മാസ്? ഇവിടെ ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഇതിൻ്റെ മാസ് എത്രയാണ്. മാസ് പറയുന്നില്ല, 1000 ലിറ്റർ വെള്ളം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മാസിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയാം. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ആരാ? 10 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1000 ലിറ്ററാണ്. ഒരു ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബാണ്. അപ്പോൾ അത് 1 മീറ്റർ ക്യൂബ് വെള്ളമാണ്. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ളൊരു പാത്രത്തിൽ 1000 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ 1 മീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 അല്ല കേട്ടോ, 10⁻³ ആണ്. അപ്പോൾ 10⁻³ എന്ത് കിട്ടും? 10 എന്താ കിട്ടുക? 10⁻³ കിലോഗ്രാം മാസ് ഓഫ് വാട്ടർ ഉണ്ടാവും. ഓക്കെ, 1 ലിറ്റർ വെള്ളത്തിൻ്റെ മാസ് 1 കിലോഗ്രാം. അപ്പോൾ 1000 ലിറ്റർ വെള്ളത്തിൻ്റെ മാസ് ആയിരിക്കും 1000 കിലോഗ്രാം. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1000 10⁻³ ഇൻറ്റു ജീൻ്റെ വാല്യൂ തൽക്കാലം ഒരു 10 ആക്കി എടുക്കാം. 10 ഇൻറ്റു, കാരണം ഈ ചോദ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്താണ്? അപ്രോക്സിമേറ്റ്ലി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ചെയ്താൽ പോരെ. ഇനി ഹൈറ്റ്, ഞാൻ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. 10ഉം 14ഉം ചേർത്ത് എത്രയായിരിക്കും? 24. ഓക്കെ, 10ഉം 14 എത്രയായിരിക്കും? 24 അല്ലേ വരിക? ഡിവൈഡ് ബൈ സമയം എത്രയാണ്? 15 മിനിറ്റ്. മിനിറ്റിന് നമുക്ക് അവറിൽ എത്രയൊക്കെ മാറ്റാം? സെക്കൻഡിലേക്ക് മാറ്റണം. ഡിവൈഡ് ബൈ 60. ആര് കട്ടായി പോയി? ഒരു 0, 10 കട്ടായി പോയി. ഇവിടെ എത്ര കിട്ടി? ഒരു 4. എത്ര കിട്ടി? ഒരു 4000 ഡിവൈഡ് ബൈ 50 എന്ന് വരും കേട്ടോ. ഇതെന്ത് പവറാണ്? ഔട്ട്പുട്ട് പവറാണിത്. ഓക്കെ, ഇനി നമ്മൾ പവർ ഇൻപുട്ട്, ഇത് എത്രേൻ്റെ പവറാണിത്? ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത പവർ. ഇത് എത്രേൻ്റെ ഒരു മോട്ടറാണിത്? പ്രത്യേകം പറയുന്നുണ്ട് 1 HP എന്ന് പറയുന്നുണ്ട്. 1 HP എത്രയാണ്? 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ് 1 HP. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിളിക്കുക? എഫിഷ്യൻസി. ഔട്ട്പുട്ട് പവർ ബൈ ആരായിരിക്കും? ഇൻപുട്ട് പവർ എന്നാ പറയുക. കൊടുത്തതിൻ്റെ എത്ര ഔട്ട്പുട്ട് കിട്ടിയെന്ന്. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 4000 ഡിവൈഡ് ബൈ 15. ഇൻപുട്ട് പവറോ 746. അത്ര കിട്ടും 4000 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 746. ഒരു അപ്രോക്സിമേറ്റ് കളി ആയതുകൊണ്ട് ഈ 746 റൗണ്ട് ചെയ്തിട്ട് ഞാനൊരു 800 ആക്കിയിട്ടാവും. ഇവിടെ ആര് കട്ടായി പോയി നോക്കിക്കോ. ഇവിടെ 2 0 പോയി, ഇവിടുന്ന് 2 0 പോയി. ഈ 40ഉം 8ഉം കൂടെ കട്ട് ചെയ്ത് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 5/13 1/3 എന്ന് കിട്ടി. 5/15. അപ്പോൾ എഫിഷ്യൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇത് 1/3 ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 33.33% കിട്ടുക. അതിൻ്റെ അടുത്തുള്ള ഒരു ആൻസർ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഔട്ട്പുട്ട് പവർ കണ്ടു. അതായത് ഈ പറഞ്ഞ സാധനം മൂളിക്കൊണ്ട് വയ്ക്കാൻ ഇത്ര പവറാണ് വേണ്ടത്. എത്രയാണ് മോട്ടോർ പമ്പ് കൊടുത്തത്? എത്രയാണ്? 1 HP ആണ് കൊടുത്തത്. അപ്പോൾ താഴെ എത്ര കൊടുത്തു, മുകളിൽ എത്രയാണ് ചെയ്തത്, ഇൻറ്റു 100 എന്നാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ 33.33% കിട്ടി. അതിന് അടുത്തൊരു ആൻസർ ഉണ്ടോ? ഉണ്ട്, 36% എടുത്താൽ മതി. ഓക്കെ, നമ്മൾ ജീൻ്റെ വാല്യൂ ഒക്കെ അപ്രോക്സിമേറ്റ്ലി എടുത്തിട്ടുണ്ട്, 10 ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ 746 ഒക്കെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 800 ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. Which of the following is an incorrect statement regarding Newton's third law of motion? Action and reaction are equal in magnitude.
ബലവും പ്രതിബലവും വിലയിൽ തുല്യമാണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ആക്ഷനും റിയാക്ഷനും സെയിം ആണത് കറക്റ്റാണ്. റിയാക്ഷൻസ് ഹാപ്പൻസ് ആഫ്റ്റർ ആക്ഷൻ, അത് ശരിയല്ല. കാരണം ആക്ഷനും റിയാക്ഷനും ഒരേ സമയത്താണ് നടക്കുക, അല്ലാണ്ട് റിയാക്ഷൻ കഴിഞ്ഞിട്ടല്ല ആക്ഷൻ നടക്കുക കേട്ടോ. ആക്ഷൻ്റെ ഒപ്പം തന്നെ എന്തുണ്ടാവും, റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ തെറ്റാണത്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആക്ട്സ് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ദേ ആർ ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്, അത് കറക്റ്റാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ക്യാൻ ഓൺലി ബി ഫോഴ്സസ്. ആക്ഷൻ ഫോഴ്സ് ആണ്, റിയാക്ഷൻ ഫോഴ്സ് ആണ്, അതും കറക്റ്റാണ്. അപ്പോൾ നമ്മളോട് എന്താണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക, ബി. ഓക്കെ, ബി. Next question. A 150-meter long train is moving with a uniform velocity of 45 km/h. The time taken by the train to cross a bridge of length 850 meter. അപ്പോൾ നമ്മുടെ താരുണ്ട്, ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് കേട്ടോ. ഓക്കെ, ഈ ഒരു ലെങ്ത്താണ് നമ്മുടെ ബ്രിഡ്ജ്. ഇവിടെയാണ് ആര് വരുന്നത്, ഒരു ട്രെയിൻ വരാൻ വേണ്ടി പോവാണ്. ഇത് ആ ബ്രിഡ്ജിലേക്ക് കയറാൻ നിൽക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ്, 850 മീറ്റർ. ഈ ട്രെയിനിൻ്റെ ലെങ്തോ 150 മീറ്റർ. ട്രെയിനിൻ്റെ ഒരു ഫ്രണ്ട് പോയിന്റ് ആണ് എന്ന് വിചാരിച്ചോ. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഈ എ എവിടെ എത്തും, ഇവിടെ എത്തും. ഈ എൻ്റെ ലെങ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, 150 മീറ്റർ ആണ്. അപ്പോൾ എ പോയ ദൂരമല്ലേ ട്രെയിൻ പോയ ദൂരം വരിക. അപ്പോൾ അത്രയായിരിക്കും 850 150 ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 1000 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ആരാ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞേക്കണേ, ഈ ടൈമിൻ്റെ ഇക്വേഷൻ ആരായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി കൊടുക്കുക. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, വെലോസിറ്റി 45 km/h എന്ന് കൊടുത്തിട്ടുണ്ട്. അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ആയിട്ട് എന്താ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ അടുത്ത് കിട്ടും 18 × 2 ആണ് 9, 9 × 5 ആണ് ആര്, 45. അപ്പോൾ ഇവിടെ 5 വന്നു. 25/2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആര്, ട്രെയിനിൻ്റെ വെലോസിറ്റി. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് പോകേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യുക, 850ഉം 150ഉം ചേർത്ത് ഈ ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോഴേക്കും ഏകദേശം 1000 മീറ്റർ പോയിരിക്കണം. കാരണം പാലവും കിടക്കണം, പിന്നെ ട്രെയിനിൻ്റെ ദൂരം കൂടെ കറക്കണം. അപ്പോൾ എത്രയായിരിക്കും, 1000 ഡിവൈഡ് ബൈ 25/2 എന്ന് വരും. 1000 ഡിവൈഡ് ബൈ 25/2 എത്ര കിട്ടും, 4000 ഡിവൈഡ് ബൈ 25. 25 ഇൻറ്റു എത്ര കിട്ടുക, 4000 അല്ല 2000 ആണ് വരിക കേട്ടോ. എത്ര കിട്ടുക, 2000 ഡിവൈഡ് ബൈ 25. 25 × 8 ആണ്. അപ്പോൾ അത് 80 എന്ന് കിട്ടും. 80 ആൻസർ ഉണ്ടോ, സി. അപ്പോൾ 80 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ആ ട്രെയിനിൻ്റെ ഒരു ഹെഡ് ഇത് ഫുള്ളായിട്ട് ഓവർടേക്ക് ചെയ്യുമ്പോഴേക്കും ആ എ ഇവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ. ട്രെയിനിൻ്റെ ഈ ടൈൽ എന്ത് ചെയ്യണം, ട്രെയിനും കൂടെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണല്ലോ, കടന്നു പോകുമ്പോഴാണല്ലോ ട്രെയിൻ പൂർണ്ണമായും കടന്നു പോയി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ട്രെയിനിൻ്റെ എ എന്ത് ചെയ്യണം, എവിടെ എത്തിയിട്ടുണ്ടാവും, എ പോയ ദൂരം നോക്കിയാൽ മതി. എ പോയ ദൂരത്തിലായിരിക്കും 850 + 150 = 1000 മീറ്റർ ആയിരിക്കും എ പോയ ദൂരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറണ്ട് ഈസ് ഫ്ലോയിങ് നോർത്ത് along a power line. The direction of magnetic field above it neglecting the earth's field is towards. തൽക്കാലം ഞാൻ കാര്യം ചെയ്യട്ടെ. ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കൊടുത്തു. ഒരു കറണ്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. നോർത്തിലേക്കാണ് പോകുന്നത്. ഡയറക്ഷൻ ഓഫ് മാഗ്നെറ്റിക് ഫീൽഡ് എബോവ് ഇറ്റ്. നമുക്കറിയാം ഈ കറണ്ട് കടന്നു പോകുന്ന കമ്പിക്ക് ചുറ്റുകാരുണ്ട്, ഒരു മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ട്. അത് കിട്ടാനുള്ള ലോ ഏതാ, നമുക്ക് ഫ്ലെമിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും, കൈ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ കൈയുടെ ഫിംഗേഴ്സാണ് ഈ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനൊരു മാഗ്നെറ്റിക് ഫീൽഡ് കിട്ടും. ഇങ്ങനൊരു മാഗ്നെറ്റിക് ഫീൽഡ് ഇങ്ങനെ വരിക. അപ്പോൾ ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ ഈ മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്ക് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അത് ഏത് ഡയറക്ഷൻ ആയിരിക്കും, ടുവേർഡ്സ് ഈസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ ആൻസർ വരിക, ഈസ്റ്റ്.
ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എബോവ് ഇറ്റ്, മുകളിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് ഈസ്റ്റിലേക്കായിരിക്കും വരിക. കൈ ഇങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ പിടിക്കുക. ചുറ്റും എന്തുണ്ട്, ഇങ്ങനെ റൗണ്ട് ആയിട്ട് ആരുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിൽ പറയുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും, അത് ഈസ്റ്റിലേക്കായിരിക്കും. ഇതല്ല ഈസ്റ്റ്, അപ്പോൾ ഈസ്റ്റിൻ്റെ ഡയറക്ഷനിലാണ് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the given figure, magnetic field is applied into the plane of the paper. The path of the three particles PQ are represented as shown. The charges on the particles PQR will be negative, positive, neutral, positive, neutral, negative, positive, positive, neutral, negative, negative, neutral. ഒരു കാര്യം പറയട്ടെ, ഈ ന്യൂട്രൽ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ Q എന്ത് വന്നാലും ആരാണ്, ന്യൂട്രലാണ്. ഓക്കെ, മറ്റതൊക്കെ നമുക്ക് ഇനി ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കാണാം. പക്ഷേ ഈ ന്യൂട്രൽ എന്നുള്ള സംഭവം Q എന്തായാലും വന്നിരിക്കും. അപ്പോൾ ന്യൂട്രൽ മിഡിൽ വരുന്ന ഒരു ആൻസർ ഏതാ, Qൻ്റെ സ്ഥാനത്ത് വരുന്ന ആൻസർ ഏതാ, അത് B ആയിരിക്കും. സോ ദ ആൻസർ ഈസ് B. ഓക്കെ, മുഴുവൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 astronauts are floating in gravitational free space after having lost contact with their spaceship. The two will move towards each other, move away from each other, will become stationary, keep floating at the same distance between them. ഇവർ ഗ്രാവിറ്റേഷണൽ ഫ്രീ സ്പേസിൽ പോയി കഴിഞ്ഞാലും ഈ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ എന്തുണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, അടുക്കും. ഓക്കെ, സോ ആൻസർ എന്തായിരിക്കും, പരസ്പരം അടുത്തേക്ക് നീങ്ങും. കാരണം ഇവർ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, വേറെ അവിടെ ചുറ്റും എർത്തോ മറ്റ് സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവർ തമ്മിൽ എന്തുണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, അടുത്തിരിക്കും. ഓക്കെ, move towards each other. Next question. Velocity time graph of a body falling from rest under the gravity and rebounding from solid surface is represented by which of the following graph? അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ, ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. ഈ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഈ വെലോസിറ്റീൻ്റെ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റീൻ്റെ സൈൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ആദ്യം ഏറ്റവും മുകളിൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി നല്ല വലിയൊരു വാല്യൂ വരും. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി വീണ്ടും വലിയൊരു വാല്യൂ ആയിരിക്കും. മുകളിൽ എത്തുമ്പോൾ വീണ്ടും വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതൊരു ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണെങ്കിൽ നോക്കിക്കോട്ടോ. ഒരു കല്ല് മുകളിൽ നിന്ന് വീണു. അപ്പോൾ ഏറ്റവും മുകളിൽ വെലോസിറ്റി എത്രയാണ്, 0 മീറ്റർ/സെക്കൻഡ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിട്ട് മാറും, 9.8 മീറ്റർ/സെക്കൻഡ്. താഴേക്കാണ്ട് നെഗറ്റീവ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ താഴെ എത്തി വെച്ചു, അപ്പോൾ -19.8 മീറ്റർ/സെക്കൻഡ്. പിന്നെ ഇടിയിൽ എന്ത് ചെയ്യും, കാര്യമായിട്ട് എൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, മാറ്റം വരും. ഓക്കെ, പിന്നെ അതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ എത്രയും മാറി, ഒരു ഇടിയിൽ നല്ല വെലോസിറ്റി മാറിയിട്ടൊരു V ആയി നേരിച്ചോ. പിന്നെ ഓരോ സെക്കൻഡിലും അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും, V - 9.8 വെച്ച് കുറയും. ഏറ്റവും മുകളിൽ എത്തുമ്പോൾ വീണ്ടും വെലോസിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടാവും, 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇത് മോളിക്ക് പോകുമ്പോൾ എൻ്റെ വെലോസിറ്റിക്ക് എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. ഇവിടെ ആരായിരിക്കും, പ്ലസ് ആയിരിക്കും. ഇതെല്ലാം കറക്റ്റായിട്ട് വന്ന ഗ്രാഫ് ഏതാണ്, ഓപ്ഷൻ A ആണ്. ഓക്കെ, കാരണം ഇവിടെ 0, ഇവിടെ എത്രയായിരിക്കും, -9.8, താഴെ എത്തുമ്പോഴത്തേക്കും -19.6. ഇനി പെട്ടെന്ന് വെലോസിറ്റി എന്ത് ചെയ്യണം, പോസിറ്റീവ് ആവണം. അപ്പോൾ +V എത്തി, കണ്ടില്ലേ. പിന്നെ എന്ത് ചെയ്തു, ആ വെലോസിറ്റി കുറയണം. ഓരോ സെക്കൻഡ് വെലോസിറ്റി ഇത്രയും മാറി, V - 9.8 ആയി. അങ്ങനെ ലാസ്റ്റ് വീണ്ടും വെലോസിറ്റി എന്താവണം, 0 ആവണം. അങ്ങനെ വന്ന ഗ്രാഫ് ഏതാണ്, അത് ഓപ്ഷൻ A ആണ് കേട്ടോ. വെലോസിറ്റി അല്ലേ പറഞ്ഞത്, സ്പീഡ് ആണെങ്കിൽ നമുക്ക് എന്ത് നോക്കാമായിരുന്നു, ഓപ്ഷൻ B നോക്കാമായിരുന്നു. ഓക്കെ, ഇതൊരു VT ഗ്രാഫാണ്. അതിൻ്റെ ആൻസർ ഏതാ വരിക, A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Acceleration due to gravity on moon is 1/6 of the acceleration due to gravity on earth. If the ratio of densities of earth and moon are കൊടുത്തിട്ടുണ്ട് 5/3, then the radius of moon is RM, radius of RE. നമുക്കറിയാം ഈ ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ ആരാ, Gm/r² ആണ്. അതിൽ ഈ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം, 4/3 πr³ ഡിവൈഡ് ബൈ r². ഈ ഒരു r² r³ കട്ടായി പോയാൽ ഞാൻ പറയും G പ്രപ്പോർഷണൽ ടു ρ ഇൻറ്റു r എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾക്ക് R പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും, G/ρ എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് RE, റേഡിയസ് ഓഫ് എർത്ത് അല്ലേ കാണേണ്ടത്. റേഡിയസ് ഓഫ് എർത്ത് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് മൂൺ എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ പ്രകാരം G ഓഫ് എർത്ത് ഡിവൈഡ് ബൈ G ഓഫ് മൂൺ ഇൻറ്റു റോ ഓഫ് എന്തായിരിക്കും, മൂൺ ഡിവൈഡ് ബൈ റോ ഓഫ് എന്ത് വരും, എർത്ത് എന്നാണ് വരിക. ഇനി റേഡിയസ് ഓഫ് എർത്തും റേഡിയസ് ഓഫ് മൂണും പറയുമ്പോൾ റേഡിയസ് ഓഫ് എർത്തിൻ്റെ ഏകദേശം 1/6 ആയിരിക്കും ആര്, റേഡിയസ് ഓഫ് മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുത്തു. ഇനി
ഡെൻസിറ്റി ഓഫ് എർത്ത് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് മാസ് 5/3 കൊടുത്ത് തിരിച്ചിട്ട് എന്തായിരിക്കും 3/5 എന്ന് കൊടുത്തു. ഇത് മോളിൽ പോകുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇത് കട്ടായി പോകുമ്പോൾ 18/5 എന്നാണ് കിട്ടുക. RE എന്തായിരിക്കും? RM. നമുക്ക് എന്താണ് കാണേണ്ടത്? റേഡിയസ് ഓഫ് മോൺ RM ഇൻ ടൈംസ് ഓഫ് RE. അപ്പോൾ RMൻ്റെ വാല്യൂ എത്ര കിട്ടും? RM = 5/8 എന്ത് കിട്ടും? RE എന്ന് കിട്ടും. 5/8 RE. എന്നാലും കുറവായിരിക്കുമല്ലോ. 5/8 RE. ഓപ്ഷൻ A. Next question. Gravitational force between two masses at a distance d apart is 6 Newton. If the masses are taken to moon and kept at the same separation, then the force between them will be. Okay. ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആരാ? G × M1 M2 /R² എന്നാണ് വരിക. ഇതിൻ്റെ ഇക്വേഷനിൽ ആരില്ല? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആരാണ്? G ആണ്. ഗ്രാവിറ്റേഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എർത്തിൽ നിന്ന് മൂണിലേക്ക് പോകുമ്പോൾ G/6 ഒക്കെ ആവും. പക്ഷെ അത് ആരെ എഫക്റ്റ് ചെയ്യുന്നില്ല? നമ്മുടെ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഉത്തരം തന്നെ ആയിരിക്കും 6 ന്യൂട്ടൺ തന്നെ ആയിരിക്കും കേട്ടോ. G മാറിയതുകൊണ്ട് ആരും മാറുന്നില്ല, ഫോഴ്സ് മാറുന്നൊന്നുമില്ല. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? G 6 ന്യൂട്ടൺ തന്നെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അങ്ങനെ അകലം മാറുന്നില്ലല്ലോ, G മാറുന്നില്ല. അകലം അല്ലെങ്കിൽ മാസൊക്കെ മാറിയാൽ മാത്രമേ ആര് മാറുള്ളൂ? ഫോഴ്സ് മാറുള്ളൂ. ക്യാപിറ്റൽ G ഒരു കോൺസ്റ്റന്റ് ആണ്. Velocity time graph of a linear motion is shown in the figure. The displacement and distance from the origin after 8 seconds. Displacement ഡിസ്റ്റൻസ് കാണണം. ഈ ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. വീട്ടി ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ട്രപ്പീസിയാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാൻ പറ്റുക? ഇത് A, ഇത് B, ഈ ഹൈറ്റ് H ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ½ × A + B × H എന്നല്ലേ വരിക. അപ്പോൾ ആദ്യം ഈ ഒരു ഫസ്റ്റ് പീസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ആ A1 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണല്ലോ, മുകളിലത്തെ ഏരിയയിൽ ½ × എയുടെ സ്ഥാനത്ത് എത്ര വന്നു? 4. ബിയുടെ സ്ഥാനത്ത് എത്ര വന്നു? 3 - 1 എന്ന് പറയുമ്പോൾ 2 × ഹൈറ്റ് എത്രയാണ്? 4. അപ്പോൾ അത് എത്ര കിട്ടി? 2 × 6 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇതെന്താണ്? പ്ലസ് ആട്ടോ, അത് +12 എന്ന് കിട്ടി. ഓക്കെ, +12. അതാണ് ഏത് ഏരിയ? ഈ ഒരു ഏരിയ. ഇനി അടുത്ത് എന്ത് കാണണം? ഈ താഴത്തെ ഏരിയ കാണണം. ആ താഴത്തെ ഏരിയ എന്തായാലും ഉറപ്പായിട്ടും മൈനസ് ആയിരിക്കും. അപ്പോൾ ആ ഏരിയ A2 എന്ന് പറയുകയാണെങ്കിൽ ½ × അതിൻ്റെ ബിയുടെ സ്ഥാനത്ത് 8 - 4 എന്ന് പറയുമ്പോൾ 4. പിന്നെ എത്രയായിരിക്കും? 7.5 - ഒരു 5.5 എന്ന് പറയുമ്പോൾ 3 × ഹൈറ്റ് എത്രയാണ്? ഒരു 2. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എത്ര കിട്ടും? ഇത് 7 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര? ഈ ഏരിയ എത്രയായിരിക്കും? ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു -7 വരിക. ഏത് ഏരിയ? ഈ ഒരു ഏരിയ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? A1 + A2 എന്നാണ് പറയേണ്ടത്. അപ്പോൾ മുകളിലത്തെ ഏരിയ +12 പ്ലസ് ആരായിരിക്കും? -7 എന്ന് പറയുമ്പോൾ ഇതെത്ര കിട്ടും? +5 മീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഏരിയയുടെ എന്താണ് കാണേണ്ടത്? മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 12ഉം 7ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 19 എന്നും കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5ഉം 19ഉം. ഓപ്ഷൻ A. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 small boards are 10 meter apart on lake. Each pops up and down with a period of 4 seconds due to wave motion on the surface of the water. When the boat is at highest point, the other boat is at lowest point. Both boats are always within a single cycle of the waves. The speed of the wave is. ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇതൊരു വേവ് പോലെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട വേവ് ലെങ്ത് എത്രയാണ്? മൊത്തം വേവ് ലെങ്ത് λ. ഒരു ബോട്ട് ഇതിൻ്റെ മുകളിലും ഒരു ബോട്ടിൻ്റെ താഴെയാണ്. ഈ ബോട്ടുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ആക്ച്വലി ഇതാണ് അകലം, 10 മീറ്റർ. ടെക്നിക്കലി ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ വേവ് ലെങ്ത്തിൻ്റെ പകുതിയായ λ/2 ആയിരിക്കും.
അപ്പോൾ λ/2 ഈക്വൽ ടു ആയിരിക്കും 10 മീറ്റർ. അപ്പോൾ ലാംഡ എത്രയായിരിക്കും? 20 മീറ്റർ. ഓക്കെ, ഇനി എന്താണ് കാണേണ്ടത്? സ്പീഡല്ലേ കാണേണ്ടത്. സ്പീഡിൻ്റെ ഇക്വേഷൻ ആരാ? λ/t എന്നല്ലേ പറയാം. ലാംഡ എത്രയാണ്? 20 മീറ്റർ ഡിവൈഡ് ബൈ ടി. ക്വസ്റ്റൻ എന്ത് കൊടുത്തിട്ടുണ്ട്? 4 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ഡിവൈഡ് ബൈ 4 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സോ ദ ആൻസർ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. കാരണം വേവ് ലെങ്ത്തിന് നമുക്ക് കിട്ടാനുള്ള ഒരു ക്ലൂ ആണ് കൊടുത്തേക്കുന്നത്. λ/2 സ്ഥാനത്ത് 10 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഇതൊരു ഫുൾ വേവ് ആകുമ്പോൾ വേവിൻ്റെ പകുതി ലെങ്ത് ആവും വരിക. അപ്പോൾ വേവ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ വേവിൻ്റെ വെലോസിറ്റിനെ കാണാൻ പറ്റുക വേവ് ലെങ്ത് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം അടിച്ചാൽ പോരെ. അപ്പോൾ 20/4 ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നു. ഓക്കെ, സൗണ്ട് വേവ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി v in a medium enter into another medium in which their velocity is 4v. The wavelength in the second medium is. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് ഒരു വേവ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ കടക്കുമ്പോൾ ആർക്കൊക്കെ മാറ്റം വരും? വെലോസിറ്റിക്ക് മാറ്റം വരും, വേവ് ലെങ്ത്തിനും മാറ്റം വരും. പക്ഷെ ഫ്രീക്വൻസിക്ക് എന്ത് ചെയ്യില്ല? മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ആരാ? λ/t. അപ്പോൾ λ/1/t എന്ന് പറഞ്ഞാൽ ആരാ? ന്യൂ ആണ്. ഫ്രീക്വൻസി കൊടുക്കുക. അപ്പോൾ വെലോസിറ്റി ഇക്വേഷൻ ആരായിരിക്കും? λ/ന്യൂ. അപ്പോൾ ന്യൂവിൻ്റെ ഇക്വേഷൻ ആരായിരിക്കും? v/λ എന്ന് കൊടുക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് കേസിലും ന്യൂ സെയിം ആണ്. ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും? നമുക്ക് v/λ കൊടുക്കാം. അടുത്ത കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4v ആയിട്ടുണ്ട്. അപ്പോൾ ലാംഡയ്ക്ക് എന്ത് കൊടുക്കുക? λ' കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ v കട്ടായി പോയി λ' ഈക്വൽ ടു എത്ര കിട്ടും? 4λ എന്ന് കിട്ടും. സോ ദ ആൻസർ എത്രയായിരിക്കും? 4λ. ഓക്കെ, റെഡി? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. നമ്മുടെ ഫിസിക്സ് സെഷൻ ഇത്തിരി ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനാണ്. നിങ്ങളുടെ ടാലൻ്റുള്ള ആൾക്കാരെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്. കെമിസ്ട്രി ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ഉടൻ വരുന്നതായിരിക്കും.